ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. അതായത് ചില ക്ലേശങ്ങൾ വരുമ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പറയണത് ആ ക്ലേശങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല, അതിന് പാരലായിട്ട് ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പറയണത്. പറഞ്ഞ മനസ്സിലായി. ഇത് നമുക്ക് ഈ ടെക്നിക്ക് മനസ്സിലാകണം. ആധ്യാത്മിക ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ അപ്രതിരോധ്യവും നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഇന്നവിറ്റബിൾ ആയിരിക്കും, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഒഴിവാക്കാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉന്നതങ്ങളിൽ അതിൻ്റെ മറുപടി നമുക്ക് കിട്ടുന്നത് ഉന്നതങ്ങളിൽ നിന്ന്, നിത്യതയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതാണ് ഈശോ നിങ്ങൾ. അതായത് തിരുവുദ്ധാനം നൽകുന്നത് മനുഷ്യൻ്റെ ഭൗമികമായ എല്ലാ കഷ്ടനഷ്ടങ്ങളും ക്ലേശങ്ങളിലും ചില ആൾക്കാർ ടെമ്പറലായിട്ട് ചില ക്ലേശങ്ങൾ ദാറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ്. ചില ക്ലേശങ്ങളെ മാറ്റാൻ പറ്റും, ചിലത് ഇന്നവിറ്റബിൾ ഈവിളാണ്, മാറ്റാനേ പറ്റത്തില്ല. ഈ മാറ്റാൻ പറ്റാത്ത കേസിന് എന്ത് ചെയ്യണമെന്ന് പറയണത് അത് നിത്യതയിൽ വരവ് വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താണ്? അതിന് നമുക്ക് മാർഗമില്ല. അത് നിങ്ങൾ കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ കൂടെ കൂട്ടി വെക്കണമെന്നാണ്. ഈശോ പറഞ്ഞില്ലേ, സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നെ കടന്നു പോകത്തില്ലേ, അല്ലെങ്കിൽ പിന്നെ എന്താണ്? അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് വിഷയം. അതിന് അടുത്ത സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെയുള്ള എന്താണ്? ദൈവഹിതം നിറവേറട്ടെ. അപ്പോൾ ദൈവഹിതം നിറവേറുമ്പോൾ ഒരു ഗുണമുണ്ടാവും. എന്താ സംഭവം? അവനെ ശക്തിപ്പെടുത്താനൊരു മാലാഖ വരും. അതാണ് ഈശോയ്ക്ക് കിട്ടിയ ഓപ്ഷൻ. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ